ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 14 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ ആണ് കാണുന്നത്. നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. അപ്പോൾ ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ 8.15 CR ആണ് നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവൈലബിൾ ടോട്ടൽ മാർജിൻ എന്ന് പറയുന്നത്. ഒരു 15 lakhs ലോസിലാണുള്ളത്. 25,100 കോൾ ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു 2 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, 2.2 CR. ഇപ്പോൾ നമുക്ക് 5.9 CR നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി അവൈലബിൾ മാർജിനായിട്ട്. അപ്പോൾ നല്ലൊരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചാർട്ട്സ് ഒന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ പ്രീവിയസ് ഡേ ലോയിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷറാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 25,100 കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാം. 50% ഓളം ഡിപ്ലോയ് ചെയ്യാം. ഒരു 4 CR വരെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഒരു 300-600 ലോട്ട്സിലാണ്. 300 ആണ് ലോട്ട് സൈസ്. 100 ആയിരുന്നു നമ്മുടെ ക്യാപിറ്റൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ 300 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രീവിയസ് ഡേ ഗ്യാപ്പ് ഫില്ലിംഗ് ലെവലിലേക്ക് ഒരു പുൾ ബാക്ക്. ഇപ്പോൾ ഓൾറെഡി ഒരു ഡൗൺഫോൾ ഫസ്റ്റ് 1 മിനിറ്റിന് ശേഷം വന്നിട്ടുണ്ട്. ആ ഒരു ഡൗൺഫോൾ പ്രീവിയസ് ഡേ ക്ലോസിങ്, അതായത് 25,060 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരുന്നതോടുകൂടി ഒരു പൊസിഷൻ പ്രോഫിറ്റ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ്, 50 lakhs എന്നതൊരു 10-20 lakhsലേക്ക് വന്നിട്ടുണ്ട്. യെസ്, ലെസ് ദാൻ 10 lakhsലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 lakhs ഡിപ്ലോയ് ചെയ്തിട്ടുള്ള 50% ഇനിയും ആയിട്ടില്ല. 25,060 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, നല്ലൊരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. യെസ്, നമ്മൾ കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ പ്രോഫിറ്റിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 30-40 lakhsൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ അഗ്രസീവായിട്ടുള്ളൊരു ബൈ ആണ് ഇതൊക്കെ. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഒരിക്കലും ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ അഗ്രസീവായിട്ടുള്ള നേക്കഡ് ബൈയിങ് ആണ്. പ്രത്യേകിച്ച് എക്സ്പയറി ഡേ ആണിന്ന്. ഇപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. പ്രീമിയം DKയും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അഗെയിൻ 50 lakhs, 8 lakhs ലോസ് എന്ന് ബാക്ക് ടു 50 lakhsലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 25,060 ലെവലിലേക്ക് വന്നിട്ടില്ല. 25,050 ആ ഒരു ലെവലിലേക്ക് വന്ന് അഗെയിൻ ഡേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോസ് വീണ്ടും 60 lakhsലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് 50% ലോഡ് ചെയ്യാം. 25,100 കോൾ ഓപ്ഷൻ. പ്രീമിയം ചെറുതായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ അവൈലബിൾ മാർജിനും ഡിപ്ലോയിഡ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ പോലും അവൈലബിൾ മാർജിൻ നമുക്ക് 50%ഓളം ബാക്കിയുണ്ടെങ്കിലും ക്വാണ്ടിറ്റി സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം പ്രീമിയം വളരെ കുറവായതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി സൈസ് കൂടുതലായിരിക്കും.
ഇപ്പോൾ ഒരു 1 CRൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 50%ഓളം ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. $1.1 CR ആണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 50% ഇനി ഒരു കപ്പിൾ ഓഫ് എൻട്രീസ് കൂടെ കൊടുക്കാൻ പറ്റുമായിരിക്കും. മേ ബി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസ് കൊടുക്കാം. ഇപ്പോൾ 1.15 അല്ലെങ്കിൽ 1.2 CR ലോസിൽ നിന്നും അതൊരു അറൗണ്ട് 50% ലോസ് റിക്കവർ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഡൗൺ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രീവിയസ് ഒരു പുൾ ബാക്കിന് ശേഷം ലോവർ ലോ ഒരു ഷാർപ്പ് ഡൗൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സ് കുറച്ച് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വോള്യൂം നമ്മൾ എടുത്തു കഴിഞ്ഞു. 50% മാത്രമേ ഇൻവെസ്റ്റഡ് മാർജിൻ ഉള്ളൂ എങ്കിൽ പോലും വോള്യൂം വളരെ വളരെ കൂടുതലാണ്. യെസ്, അഗെയിൻ താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് പോയിട്ടുള്ളൊരു ട്രേഡാണിത്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വലിയൊരു ഫോളാണ് വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആവുന്നതേ ഉള്ളൂ, 7 മിനിറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 1.5 CR ആണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 50% ഡിപ്ലോയിഡ് ക്യാപിറ്റലിൽ നിന്ന് 50% ഇപ്പോൾ നമുക്ക് ലോസ് വന്നു കഴിഞ്ഞു. ഇനിയും താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പുൾ ബാക്ക് അറൗണ്ട് 25,000 പ്ലസിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഇത് സ്ക്വയർ ഓഫ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയും താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പയറി ആണ്. ഈ ഒരു ഇൻവെസ്റ്റഡ് മാർജിൻ മുഴുവനും 0 ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. നമ്മൾ 120 ലെവലിൽ എടുത്തിട്ടുണ്ടായിരുന്ന പ്രീമിയം ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും 62 റുപ്പീസിലാണ്. അതായത് 50%ഓളം ഡൗൺ ആയി കഴിഞ്ഞു. അതിനർത്ഥം നമ്മുടെ ഇൻവെസ്റ്റഡ് മാർജിൻ പകുതിയും ലോസിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് 3.7 CR ആണ് നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ. കറണ്ട് ലോസ് എന്ന് പറയുന്നത് 1.25 lakhs ആണ്. അല്ല, 1.25 CR ആണ്. അതായത് 1 CRഉം 25 lakhs, 1.25 CR നമ്മൾ ലോസ് വന്നു കഴിഞ്ഞു. അപ്പം നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു 5 CR ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മളൊരു 50-60 lakhs 75 lakhs ലോസൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 8.15 CR ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലോസ് ഡെഫിനറ്റായിട്ടും വരും. അപ്പോൾ 1 കോടി 2 കോടി രൂപ ലോസിലേക്കെല്ലാം വരും. അതിനുശേഷം മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവൈലബിൾ മാർജിൻ മാത്രം ഇവിടെ നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പയറി ഡേ എന്ന് പറയുമ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് വരും. ഇതൊരു ഇവൻറ്റ്ഫുൾ വീക്ക് കൂടിയാണ്. ഇപ്പോൾ ഇന്നത്തെ എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീമിയം അത്യാവശ്യം വലിയൊരു പ്രീമിയം ആയിരിക്കും ഉണ്ടാവുക. ബഡ്ജറ്റ് ഡേ February 1st ആണ്, സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീക്കിലെ എല്ലാ സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രീമിയവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നാളെ മുതൽ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എക്സ്പയറി മുതൽ തന്നെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്, വോളട്ടൈലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ബഡ്ജറ്റും അത് കഴിഞ്ഞിട്ടുള്ള കപ്പിൾ ഓഫ് ഡേയ്സും ആ ഒരു എക്സ്പയറി വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷമുള്ള കോൺട്രാക്റ്റിലായിരിക്കും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വീക്കിലായിരിക്കും, ആ ഒരു ട്യൂസ്ഡേ എക്സ്പയറിക്ക് ശേഷമായിരിക്കും ഒന്ന് സെറ്റിൽ ഡൗൺ ആവുക എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1.6 CR ആണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത്, കറൻ്റ്ലി നമ്മുടെ പൊസിഷൻ ഉള്ളത്. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്തേ മതിയാവൂ. 2 CR അല്ലെങ്കിൽ 1.6 CR നമ്മുടെ ഓൾമോസ്റ്റ് ഒരു ലോസ് എത്തിക്കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് എന്തായാലും കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി ഇവിടെ നിന്ന് എടുക്കാം. 25,100 തന്നെ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് 50% ലോഡ് ചെയ്തിട്ടുണ്ട്, 50% അവൈലബിൾ മാർജിൻ ഉണ്ട്. 1.85 CR ആണ് നമ്മുടെ ലോസ്. വലിയ രീതിയിലുള്ള മൊമെൻ്റാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 25,000 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പൊസിഷനിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഡൗൺ ആയി ഫുൾ സീറോയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരിക്കലും തള്ളിക്കളയാനാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ആസ് ഓഫ് നൗ 4.05 CR ആണ് നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ. അവൈലബിൾ മാർജിൻ 4.09 CR ആണ്. അപ്പോൾ എക്സാക്ട്ലി 50% നമുക്ക് പറയാം. 2 CRൻ്റെ അടുത്ത് ലോസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ 2 കോടി ലോസിലേക്ക് പോയി. അതിനുശേഷം ഇപ്പോൾ 1.25 കോടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു അപ്പ് മൂവ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡൗൺഫോളിൻ്റെ ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ 25,000ലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റിവേഴ്സൽ സൈൻ ആണെങ്കിൽ മേ ബി ഡേ ലോയിലേക്ക് പുട്ട് ഓപ്ഷൻ ഫോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ 25,050-60 ലെവലിലേക്കൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പുൾ ബാക്ക് വന്നപ്പോഴുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ചാൻസ് ഉണ്ട്. എക്സ്പയറി ഡേ ആണ്, നമുക്ക് റെഡി ആയിട്ടിരിക്കാം എന്തിനും. അവസാനം ഞാൻ 2 പൊസിഷൻസ് 45 റുപ്പീസിൽ എടുത്തിട്ടുണ്ടായിരുന്ന പ്രീമിയം ഇപ്പോൾ 60ലേക്ക് വന്നിട്ടുണ്ട്. അതായത് 30%ഓളം പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ അറൗണ്ട് 1 CRലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോസ് 50% തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ, കൂടുതലാക്കിയിട്ടില്ല. സെയിം നമ്പേഴ്സിൽ തന്നെയാണുള്ളത്. 50% റിക്കവർ ആയിട്ടുണ്ട്. നല്ലൊരു സ്പൈക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25,000ലേക്ക് 80 താഴെ വന്നിട്ടുണ്ട്. ഇനിയുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നമ്മുടെ കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി പ്രോഫിറ്റിലേക്കും കോസ്റ്റിലേക്കും എല്ലാം വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പൊസിഷൻസ് ഉണ്ട് നമ്മുടെ. അപ്പോൾ വൺസ് ഒരു സ്പൈക്ക് കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ 25,060 ലെവലിലേക്ക് അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം വരും. ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്താലും നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടും. ഇപ്പോൾ 1 CRൻ്റെ താഴെയാണ് നമ്മുടെ ലോസ് ഓവറോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെയായിരിക്കും ഒരു ഫോള് പുട്ട് ഓപ്ഷനിൽ വരിക. അതായത് സ്പൈക്ക് ചെയ്യുക മാർക്കറ്റ്. ഡേ ഹൈയിലേക്ക് വരികയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു റിവേഴ്സൽ സൈൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി റീടെസ്റ്റ് ചെയ്താലും ആ ഒരു അപ്പ് മൂവ് നമുക്ക് സ്പോട്ടിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതിനെടുക്കുന്ന സമയം നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടോ പെട്ടെന്ന് വരണമെന്ന് വിചാരിക്കാനോ പറ്റില്ല. ഒരുപാട് സമയം എടുത്തേക്കാം. ഇപ്പോൾ ഒരു റിവേഴ്സൽ സൈൻ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിവേഴ്സൽ എത്രത്തോളം മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ചെറിയ സമയത്തിൽ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ റൈറ്റ് അവേ നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ തന്നെ സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. 2 CR ലോസിൽ നിന്നും നമുക്ക് എത്ര പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ നോക്കാം. ജസ്റ്റ് 75 lakhs ആണ് നമ്മുടെ ലോസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ലെവലിലേക്കാണ് വന്നത്. 60 lakhs മാത്രമാണ് ലോസ്. അപ്പോൾ ഇനിയുള്ള വളരെ ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കാനുള്ളത്. ഇവിടെ നിന്നും എഗെയിൻ നമ്മുടെ ലോസിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ലോസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വലിയ പ്രോഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അറൗണ്ട് കോസ്റ്റ് വരുന്നത് വരെ നമുക്കൊരു ഒന്നും ചെയ്യാനില്ല ഈ ഒരു ട്രേഡിൽ. കോസ്റ്റ് വന്നു കഴിഞ്ഞാലുള്ള ഡിസിഷൻസ് വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി ഡേ കൂടിയാണ്. ഇവൻറ്റ്ഫുൾ വീക്കാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ എക്സ്പയറി ബിഫോർ ബഡ്ജറ്റ് എക്സ്പയറി, ബഡ്ജറ്റിന് തൊട്ട് മുമ്പുള്ള എക്സ്പയറിയാണ്. ഇത് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. വലിയ മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. 25,000 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. യെസ്, ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവുന്നുണ്ട്. യെസ്, ജസ്റ്റ് 59,000 ലോസ്. 13 lakhs ആണ് ലോസ്. 59 lakhs ആയിരുന്നു ലോസ്. യെസ്, ഒരു മൊമെൻറ്റം ക്രിയേറ്റ് 25,060ലേക്ക് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവൽ
ഇപ്പോൾ ഒരു 3 ലക്ഷം 4 ലക്ഷം പ്രോഫിറ്റിലേക്കാണ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയുള്ള ഡിസിഷൻസ് വളരെ ക്രൂഷ്യലാണ്. നമുക്ക് ഇത് വലിയ പ്രോഫിറ്റിലേക്കും അല്ലെങ്കിൽ വലിയ ലോസിലേക്കും പോകുന്ന ഒരു പോയിൻ്റാണ്. നമ്മുടെ വലിയ ലോസ് റിക്കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 8 ലക്ഷം 10 ലക്ഷം 19 ലക്ഷം 21 ലക്ഷം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു അപ്പ് മൂവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് ഡേ ഹൈ ആണ്. ഓൾറെഡി 25,060 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഡേ ഹൈ ലെവലിലേക്ക് സ്പൈക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. മന്ത്ലി എക്സ്പയറിയുടെ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വരികയാണെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ്സ് നമുക്കിതിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി റിവേഴ്സൽ സൈൻ വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 25,130 അറൗണ്ട് ആണെന്ന് തോന്നുന്നു ഇന്നത്തെ ഡേ ഹൈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 25,126, 130 അറൗണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊമെൻറ്റം 39 lakhs 50 lakhs പ്രോഫിറ്റിലാണ് നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നത്. ബട്ട് വി ആർ നോട്ട് സ്റ്റിൽ, നമ്മുടെ റിസ്ക് അതേപടിയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ആശ്വസിക്കാം, കാരണം 25,060 എന്നുള്ള ക്രൂഷ്യൽ ലെവൽ ബ്രേക്ക് ചെയ്തു. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഡേ ഹൈ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 25,126 സംതിങ് ആണ് ഇന്നത്തെ ഡേ ഹൈ വരുന്നിട്ടുള്ളത്. അറൗണ്ട് 130 ആണ് 25,130. ആ ഒരു ഹൈ ബ്രീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. നമ്മളിപ്പോൾ റിവേഴ്സൽ സൈൻ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ട്രേഡ് സേഫായി നമുക്ക് പറയാം. ബട്ട് സ്റ്റിൽ നമ്മുടെ റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു റിസ്ക് മുഴുവനും അഗെയിൻ ലോസിലേക്ക് പോയിട്ട് ആ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്തായാലും ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഡേ ഹൈ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂ ഡേ ഹൈ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു അനദർ ലെഗ് കൂടി വരാനുണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 25,100 ബ്രേക്ക് ചെയ്യട്ടെ. 130 ജസ്റ്റ് ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. മന്ത്ലി എക്സ്പയറിയുടെ മൊമെൻറ്റം എത്രത്തോളം മാർക്കറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചാർട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം. മൊമെൻറ്റം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം ഒരു റിവേഴ്സൽ സൈൻസ് ഒന്നും ആയിട്ടില്ല. ഡേ ഹൈ ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ സംവെയർ അറൗണ്ട് 130, 25,130. ചെറിയൊരു പുൾ ബാക്ക് സാധ്യതയുണ്ട് 25,030 ലെവൽ അല്ലെങ്കിൽ 50 ലെവലിലേക്ക്. അത് ഇപ്പോൾ തന്നെ വരുമോ നമുക്ക് പറയാൻ കഴിയില്ല. മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഒരു മൊമെൻറ്റം, ഒരു ഹയർ ഹൈ കൂടി വന്നതിന് ശേഷം ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ പുൾ ബാക്ക് വരികയാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. റൈറ്റ് അവേ നമുക്ക് 25,130 ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റം നമ്മൾ 2 CR റിസ്ക് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു പേഷ്യൻസ് കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഓൾറെഡി റിവേഴ്സൽ സൈൻസ് വന്നു കഴിഞ്ഞു. നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് ഓൾറെഡി നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു പുൾ ബാക്ക്, ഇത്രയും വലിയ സ്ട്രോങ് മൊമെൻറ്റം വരുമ്പോൾ ഒരു പുൾ ബാക്ക് അതുപോലെ തന്നെ കുറച്ച് വലുതാവാനും ചാൻസ് ഉണ്ട്. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ 25,100 ലെവൽ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് വന്ന് 60ലേക്ക് പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിസ്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി, ബട്ട് അത് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. ബ്രേക്ക് ചെയ്യാൻ പോകുന്നുണ്ട് 130. 60ലേക്ക് പുൾ ബാക്ക് വന്നു കഴിഞ്ഞു. 25,100 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 130 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയും കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഡേ ഹൈ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് 25,100 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഡേ ഹൈയിലേക്ക് വരും. ഡേ ഹൈ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു പൊസിഷൻ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. 25,100 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു 5-6 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ 33 lakhs പ്രോഫിറ്റിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി 25,060 ബ്രേക്ക് ചെയ്തു. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്യാൻ, ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം നമ്മുടെ പൊസിഷൻസ് എന്താ എന്നുള്ളത്. 50 lakhs പ്രോഫിറ്റിലാണ്. സ്പൈക്ക് വരുന്നുണ്ട്. 130 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
യെസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് യെസ് ന്യൂ ഡേ ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞു 130 വന്നു കഴിഞ്ഞു. യെസ് 1 CR പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോവാണ്. യെസ് ഡൺ. യെസ് നമ്മൾ കുറച്ച് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 10.13 CR ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 CR പ്രോഫിറ്റാണ് നമുക്ക് ഈ ഒരു ഇതിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. യെസ് ആ മൊമെൻറ്റം 130 ബ്രേക്ക് ചെയ്ത് 140 ലെവലിലേക്ക് വന്നു. നേരത്തെ ആ ഒരു പുൾ ബാക്ക്, ചെറിയൊരു പുൾ ബാക്ക് ശേഷം 25,060 ബ്രേക്ക് ചെയ്തു, ചെറിയൊരു പുൾ ബാക്ക് ആൻഡ് ന്യൂ ഡേ ഹൈ വന്നു കഴിഞ്ഞു. ഇനിയൊരു ഒരുപക്ഷെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു റിസ്കിൻ്റെ അതേ പ്രോഫിറ്റ്സ് തന്നെ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവസാനം എടുത്ത പൊസിഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാദ്യം എടുത്ത പൊസിഷനാണെന്നാണ് തോന്നുന്നത്. യെസ് 916 എടുത്ത പൊസിഷനാണ്. അവസാനം എടുത്ത പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും തോന്നുന്നു. 25,100 കോൾ ഓപ്ഷൻ. $9.15. യെസ് ഇത് ലാസ്റ്റ് വീക്ക് എടുത്ത പൊസിഷനാണ് 23rd. ഓക്കെ 25,100 ആണെങ്കിൽ യെസ് ഇതും 23rd 100 എന്ന് പറയുന്നത് യെസ് ഈ ഒരു പൊസിഷൻ നമ്മൾ ഇന്ന് എടുത്ത പൊസിഷനാണ്. നമ്മൾ 89 അതുപോലെ തന്നെ 82 ലെവൽ, 71 യെസ് 45 എടുത്ത പൊസിഷൻ നമ്മളിവിടെ 123 സ്ക്വയർ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഡബിളിൽ കൂടുതൽ അല്ലെങ്കിൽ 3x അല്ലെങ്കിൽ 2x നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5x നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. 30,18,600 ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8.15 CR ഉണ്ടായിരുന്നത് 10.13 CRലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഓൾമോസ്റ്റ് 2 CR തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും മന്ത്ലി എക്സ്പയറി ആണ്. കൂടുതൽ വോളറ്റൈലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം. ഡേ ഹൈ ലെവൽ ഓൾറെഡി ബ്രേക്ക് ചെയ്തൊരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 25,050 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു റിവേഴ്സൽ സൈൻ കിട്ടിയതിന് ശേഷം ഡേ ഹൈ ലെവലിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നല്ലൊരു ട്രേഡായിരുന്നു. ഇന്നത്തെ മന്ത്ലി എക്സ്പയറിയോടുകൂടി നമുക്ക് ഈ ഒരു ട്രേഡോടുകൂടി ക്ലോസ് ചെയ്യാം. മന്ത്ലി എക്സ്പയറി ഇനി ഒരുപാട് വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ഒരുപക്ഷെ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കമ്മിങ് വീക്കും അതുപോലെ തന്നെ ഇതേപോലെ ഇന്നത്തെ ദിവസം പോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള 1 വീക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീക്ക്ലി എക്സ്പയറി വരെ, അതായത് 3-ാം തീയതി വരെ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ഓപ്പൺ ആണ്. ബഡ്ജറ്റ് ഡേ മാർക്കറ്റ് ഉണ്ട്. സൺഡേ ആണ് February 1st യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. അന്ന് ട്രേഡിംഗ് ഉണ്ട്. അന്ന് വലിയ ഡേ ആണ്, ബിഗ് ഡേ ആണ്. കാരണം നമുക്ക് ഒരുപാട് മൂവ്മെൻറ്റ്സും വോളറ്റൈലായിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും. ഈ ഒരു വീക്ക് മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കും. എക്സ്പയറി വരെയും ഇപ്പോൾ ഇന്ന് എടുത്ത പോലത്തെ പ്രീമിയം ആയിരിക്കില്ല. നാളെ മുതൽ കുറച്ച് ഹയർ പ്രീമിയം ആയിരിക്കും. എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടാകുമ്പോഴും എപ്പോഴും ഹയർ പ്രീമിയം തന്നെ ആയിരിക്കും നമുക്ക് എല്ലാ സ്ട്രൈക്ക് പ്രൈസിലും വരുന്നത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ അടുത്ത ആഴ്ചയിലായിരിക്കും ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് വരുന്ന വീക്കിലാണ് ഇതൊന്ന് സെറ്റിൽ ഡൗൺ ആവുക. അപ്പോൾ കൂടുതൽ റിസ്കി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ട്രേഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഇവൻറ്റ് ഡേയ്സിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.